എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശനിയാഴ്ച ലീവൊക്കെയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നുണ്ട്, നമ്മളൊരു 10,000 മുതൽ 1,00,000 രൂപ വരെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. ഒരു 10-50 ദിവസം എന്തായാലും വേണ്ടി വരും. ഒരു 10,000 രൂപ, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു 30 ദിവസമൊക്കെ മതിയാവും. കാരണം നമ്മൾ കിട്ടുന്ന ഓരോ ദിവസത്തെയും പ്രോഫിറ്റ് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളത് ഈ ക്യാപിറ്റലിൻ്റെ കൂടെ 10,000-ൻ്റെ കൂടെ ചേർത്തിയിട്ട് പിറ്റത്തെ ആഴ്ച മുതൽ ലോട്ട് സൈസ് കൂട്ടണം, 2 ലോട്ടാക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട്, ഒരു 40 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഒരു ലക്ഷത്തിലേക്ക് എത്താൻ കഴിയും. എത്താൻ പറ്റുമോ എന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞിട്ട് മുങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ബാക്ക് ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ. മാത്രമല്ല, അന്ന് ഒരുപാട് പേർക്ക് ക്ലാരിഫൈ ആയിട്ടില്ല, വിശദമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് വിശദമാക്കി പറയുക എന്നുള്ള ഒരു ലെവലിലാണ് ഇന്നിപ്പോൾ വീണ്ടും അതിൻ്റെ 2ാം പാർട്ടായിട്ട് തുടങ്ങാനുള്ള ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച 22-ാം തീയതി നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ, ഇത് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യാം. 24,469 ഹൈ, 24,470. ഓക്കെ, ഇത് നമുക്ക് ബ്ലാക്ക് കളറാക്കാം. ലോ വന്നിട്ട് 24,362. ഓക്കെ, 360 സംതിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഹൈ ആൻഡ് ലോ. ഇനി നമുക്ക് ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനെ 5 മിനിറ്റ് ക്യാൻഡിലേക്ക്, ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. 22-ാം തീയതി 3 ക്യാൻഡിലിന് ശേഷം, ഇതാണ് 3ാമത്തെ ക്യാൻഡിൽ, ഒന്നുകൂടെ വലുതാക്കാം. 3 ക്യാൻഡിൽ, 1, 2, 3 ക്യാൻഡിലിന് ശേഷം 4ാമത്തെ ക്യാൻഡിൽ കറക്റ്റായിട്ട് 24,470 മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതാ ക്ലോസിംഗ് പ്രൈസ് നോക്കിക്കോളൂ. ഇവിടെ സി കണ്ടോ, ഇവിടെ നോക്കിയാൽ മതി. 24,474. ഈ 15 മിനിറ്റ് ഹൈയോ 24,469. 5 പോയിൻറ്റോളം മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം അതിൻ്റെ ഹൈ വന്നിട്ട് 24,485. അപ്പോൾ 474-ൽ ക്ലോസ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഈ ലൈനിൻ്റെ താഴത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് വെയിറ്റ് ചെയ്യുക. ഈ ലൈനിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്തത് 24,473. ഇവിടെ ക്ലോസ് ചെയ്ത അതേ പ്രൈസ് തന്നെ ചെറിയൊരു പോയിൻറ്റിൻ്റെ താഴെ ഓപ്പൺ ചെയ്ത് താഴത്തേക്ക് വന്നു. എത്ര? 24,463 വരെ വന്നു. കണ്ടോ, 10 പോയിൻറ്റോളം താഴെ വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. താഴെ വന്നതിന് ശേഷം റിവേഴ്സ് അടിച്ചു. ഇത് ക്രോസ് ചെയ്ത ഉടനെ ധൈര്യപൂർവ്വം എടുക്കാം. ഞാൻ ഫസ്റ്റ് ഡേ എടുത്തിട്ടുണ്ട്. ഞാനത് കാണിച്ചു തന്നാണ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ, വീഡിയോയിലും ഇട്ടിട്ടുണ്ട് എന്നാണ്. ഇനി വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ലാസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചുതരാം. ഓക്കെ, അന്ന് എത്രത്തോളം പോയി നോക്കൂ. 119 പോയിൻ്റ് ഹൈയിലാണ്. ഓക്കെ, 1 ഡേ. ഓക്കെ, ഇനി സെക്കൻഡ് ഡേ നോക്കാം നമുക്ക്. 23-ാം തീയതി ഇതാണ്. ഇനി 15 മിനിറ്റ് ക്യാൻഡിലേക്ക് മാറ്റുന്നില്ല, അറിഞ്ഞതുകൊണ്ട് 3ാമത്തെ ക്യാൻഡിൽ പരിശോധിച്ചാൽ മതി. ഇത് ഡിലീറ്റ് ചെയ്യട്ടെ. 23, 1, 2, 3. അപ്പോൾ ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഹൈ 24,582. 24,582. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. 24,582. ലോ എന്ന് പറയുന്നത് 24,502. നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 1, 2, 3ാമത്തിന് ശേഷം 4, 5, 6ാമത്തെ പറയുമ്പോൾ 9:30-യുടെ ഉള്ളിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, എത്രയിലാണ് ക്ലോസ് ചെയ്തത്? 24,488-ൽ ക്ലോസ് ചെയ്തു. 24,488-ൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ 24,000 അതേ പ്രൈസിൽ തന്നെ ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോയി. എത്ര? 24,510. ഈ ലൈനിനെ ക്രോസ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ അത് തന്നെ പറഞ്ഞത്. ഈ ലൈനിനെ ക്രോസ് ചെയ്തു. പക്ഷേ വീണ്ടും താഴെ, ഈ ലൈനിന് താഴെ വന്നിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എത്രയാണ് ക്ലോസിങ് റേറ്റ്? 24. ഇവിടെ നോക്കിക്കോളൂ, 24,488. അല്ല, ഇതിലാണ് 24,494. ക്ലോസ് ചെയ്തു. ഇവിടെ നിന്നും ഒന്നുകൂടെ റീട്രേസ് ഈ ലൈനിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ നോക്കി. ലൈനിൻ്റെ അടുത്ത് വന്നു. നമ്മൾ ഇവിടെ നിന്ന് എടുത്തു. എത്ര? 24,501 എടുത്തു.
അത് വീണ്ടും മുകളിലേക്ക് പോയി. എത്ര പോയി? 24,510, 13 പോയിൻ്റ് മുകളിലേക്ക് പോയി. 13 പോയിൻ്റ് മുകളിലേക്ക് പോയി. അത് ക്ലോസ് ചെയ്തത് 24,505, 4 പോയിൻറ്റിൻ്റെ മുകളിൽ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതായത് 4 പോയിൻ്റ് നമുക്ക് മൈനസിൽ ക്ലോസ് ചെയ്തു. തൊട്ടിപ്പുറത്ത് തന്നെ അതേ പ്രൈസിൽ തന്നെ ഓപ്പൺ ചെയ്ത് നേരെ താഴേക്ക് വന്നു. കണ്ടില്ലേ? കുറച്ച് മുകളിലേക്ക് വീണ്ടും പോയി. അതായത് ഈ ക്യാൻഡിലിൻ്റെ അതേ ഉയരത്തിൽ 24,506 വരെ. ഇത് 24,514 ഇത് 24,512 കേട്ടോ. 2 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ മുകളിലേക്ക് വന്ന് പിന്നെ അവിടെ നേരെ താഴെ വന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് തന്നെ വന്നു. ഇതാ നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്, ഈ ലൈനിൽ നിന്നാണ് എടുത്തത്. നോക്കൂ, 77 പോയിൻ്റ്. നമുക്ക് പ്രോഫിറ്റാണെന്ന് മനസ്സിലായല്ലോ. അതും ഓക്കെ. 2 ഇനി 24-ാം തീയതി. ഓക്കെ, ഇതാ 24, 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ. ഇതിൻ്റെ ഹൈ ഇവിടെയാണ്. അതായത് 24,487, 24,487 മാർക്ക് ചെയ്യുന്നു. ഈ ദിവസം എനിക്ക് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഈ ദിവസം എടുത്തിട്ടില്ല. എന്നാലും നമുക്ക് ബാക്ക് ടെസ്റ്റ് നടത്താം. 4ാമത്തെ ക്യാൻഡിൽ നോക്കൂ. 4ാമത്തെ ക്യാൻഡിൽ ക്രോസ് ചെയ്തിരിക്കുന്നത് 24,493 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലൈനിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ മേലേക്കാണ് എടുത്ത് പോകേണ്ടത്. ഓക്കെ, നമ്മൾ മേലേക്കാണ് എടുത്ത് പോകേണ്ടത്. എടുത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ള 2 ദിവസം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ദിവസം ശ്രദ്ധിക്കണം. എന്ത്? ഈ ലൈനിന് താഴെ വരുന്നുണ്ടോ? തൊട്ട് ശേഷമുള്ള ക്യാൻഡിൽ ഇതിന് താഴെ വന്നു. ഇതിന് താഴെ വന്ന് വീണ്ടും താഴത്തെ ലോ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇവിടെ നിന്ന് ക്യാൻഡിൽ താഴത്തേക്ക് പോകുന്നുണ്ടോ അല്ല മേലെ ഈ ലൈൻ ടച്ച് ചെയ്തിട്ട് എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്. അത് നോക്കിയ സ്ഥിതിക്ക് ഇതാ അതിൻ്റെ ശേഷമുള്ള ക്യാൻഡിൽ ഇതാ ഈ ലൈനിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു, ക്രോസ് ചെയ്തു, എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ഇതാ താഴെ ക്രോസ് ചെയ്തു, ഈ ലൈനിന് താഴെ ക്ലോസ് ചെയ്തു. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈനിൻ്റെ മുകളിലേക്ക് വന്ന് ക്ലോസ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഇതാ മുകളിലേക്ക് വന്ന് ക്ലോസ് ചെയ്തു, നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. ഇതാ അവിടെ നിന്ന് പിന്നെ അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ. വീണ്ടും അതേ ഒരു സമാനമായ രീതിയിൽ തന്നെ ഇവിടെയൊക്കെ നടന്നിരിക്കണം. നോക്കൂ, ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നോക്കൂ, ഇതാ ഇവിടെയൊക്കെ തന്നെ ഇതാ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്താണ്. അവസാനം ഇതാ ഇവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം ക്യാൻഡിൽ വന്നപ്പോൾ നമ്മൾ നോക്കി ഇതിന് മുകളിലേക്ക് പോയി ക്ലോസ് ചെയ്യുന്നുണ്ടോ നോക്കി. ഇതിന് മുകളിലേക്ക് ക്രോസായി, പക്ഷെ ക്ലോസ് ചെയ്തത് ഇതിന് താഴെ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്നും എൻട്രി എടുക്കാം. എൻട്രി എടുത്തു. നമുക്ക് എത്ര പോയിൻ്റ് കിട്ടി? ഇവിടെ നിന്നും എൻട്രി, ഈ ലൈനിൽ നിന്ന് നമുക്ക് എൻട്രി എടുത്താൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 92 പോയിൻ്റ്. ഓക്കെ, അപ്പോൾ 3ാമത്തെ ദിവസം അത് സക്സസ് ആണ്. ഇനി നമുക്ക് 4ാമത്തെ ദിവസം. ഈ ദിവസം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇതാണ് ഹൈ, അതായത് 24,260. ഇനി ലോ വന്നിട്ട് ഇവിടെയാണ്, ഈ ക്യാൻഡിലാണ് 24,210. കളർ മാറ്റാം, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ 3 ദിവസം നമുക്ക് സക്സസ് ആണ്. നമുക്ക് ആഴ്ചയിൽ 2 ദിവസം കിട്ടിയാൽ തന്നെ മറ്റുള്ള ദിവസങ്ങൾ ലോസ് ബുക്ക് ചെയ്താലും കുഴപ്പമില്ല. ഇനി സ്റ്റോപ്പ് ലോസ് എങ്ങനെ വെക്കേണ്ടതെന്ന് കൂടെ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. നോക്കൂ, 1, 2, 3. 4ാമത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. 5ാമത്തെ ക്യാൻഡിൽ നമ്മൾ നോക്കി, നേരെ താഴെ വന്നു, ക്രോസ് ചെയ്തു. പക്ഷേ ക്ലോസ് ചെയ്തത് ലൈനിൻ്റെ മുകളിൽ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു? തൊട്ടപ്പുറത്തുള്ള ക്യാൻഡിലിൽ എൻട്രി എടുത്തു. ഇവിടെ ക്ലോസ് ചെയ്തത് എവിടെ? 24,292 നമ്മൾ ഇവിടെ നിന്നും താഴെ ലൈനിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് വീണ്ടും അത് ഒന്നുകൂടെ താഴെ വന്ന് ലൈനിൻ്റെ അടുത്ത് വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഒരു യാത്ര. കണ്ടോ? ഇവിടെ നിന്ന്, അതായത് അന്ന് ഞാൻ ക്യാപിറ്റൽ കുറവുള്ളതുകൊണ്ട് ഔട്ട് ഓഫ് ദ മണിയിലാണ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് പ്രോഫിറ്റ് 62 എടുത്തത്. സ്ട്രൈക്ക് പ്രൈസിൻ്റെ പ്രീമിയം 62 ഞാൻ 140, 160 വരെ പോയി. പക്ഷേ ഞാൻ 118 എന്തോ ബുക്ക് ചെയ്തു. 100ൻ്റെ ഉള്ളിൽ എന്തോ ബുക്ക് ചെയ്തതാണ്. എനിക്ക് 800 സംതിങ് രൂപയെ കിട്ടിയിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പിടിച്ചാൽ മതി. നോക്കൂ, 160 പോയിൻറ്റിന് മുകളിൽ വന്നു. ഓക്കെ, അപ്പോൾ 4ാമത്തെ ദിവസം നമുക്ക് പ്രോഫിറ്റാണ്. ഇനി ലാസ്റ്റ് ഡേ ഇന്നലെ. ഓക്കെ, ഗൾഫിൽ നിന്ന് നമ്മുടെ ഒരു വ്യൂവറാണ് വിളിച്ചത്. അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് 25-ാമത്തെ അല്ലേ 26-ാമത്തെ ഡേറ്റ്. ഓക്കെ, 26 അതായത് ഇന്നലെ ഇതാ നോക്കൂ, 1, 2, 3 ഈ 3-ലെ ഹൈ 24,489, 24,492 ഇതാണ്. ഓക്കെ, ഇത് ഹൈ ഇന്നലത്തെ. ശരിക്കും നമ്മളത് മാർക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറയുക 24,410 ഇന്നലെ. ഇനിയിപ്പോൾ എന്താ ഇപ്പം നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ 5 ദിവസവും നമ്മുടെ ഈ സ്ട്രാറ്റജി സക്സസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും 1000 വെച്ച് പ്രോഫിറ്റ് ആണെങ്കിലും, ഇനിയിപ്പോൾ ഒരു 750 വെച്ച് പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു ലോട്ടിന് ഇപ്പോൾ ഒരു 3,500 രൂപ നമുക്ക് കിട്ടിയല്ലേ. ഈ 3,500 രൂപ നമ്മൾ അടുത്ത ആഴ്ച 2 ലോട്ടിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇനി 5 ദിവസത്തിൽ, ഇനിയിപ്പോൾ എല്ലാ ആഴ്ചകളും ഇങ്ങനെ 5 ദിവസം കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഒരു ദിവസത്തിലേക്ക് ചുരുങ്ങിയേക്കാം, ചിലപ്പോൾ ഈ 5 ദിവസവും നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയേക്കാം. പക്ഷേ കിട്ടുന്ന സമയം നമുക്ക് നല്ല റിവാർഡായിരിക്കും, നല്ല പ്രോഫിറ്റ് ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ഇനി അതുകൂടെ പറയാം. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇത് കഴിഞ്ഞല്ലോ, ഇതിൻ്റെ സക്സസ് റേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 5-ാമത്തെ ക്യാൻഡിലാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 5-ാമത്തെ ക്യാൻഡിൽ ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,513 ഇത് അതിന് ശേഷമുള്ള നമ്മൾ എൻട്രി കൊടുക്കാനുള്ള ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന അതേ പ്രൈസിലാണ്. അവിടെ നിന്ന് താഴെ വരുമ്പോൾ നോക്കി വന്നില്ല, മുകളിലേക്കാണ് പോയത്. മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നില്ല. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും? ഈ ഭാഗത്തു നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും. 24,522 എന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഏതായാലും ഇതിൻ്റെ മുകളിൽ വരെ പോകാൻ നമുക്ക് അത്ര ക്ഷമ ആർക്കും ഉണ്ടാവും തോന്നില്ല. കാരണം നമ്മൾ ഇത് സാധാരണ രീതിയിൽ ഈ ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് വരിക ചെയ്യുക. പിന്നെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സും കൂടെ നമ്മൾ കണക്കാക്കിക്കൊണ്ട് നമ്മൾ സൈക്കോളജിക്കലായിട്ട് കുറച്ച് തിങ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാർക്കറ്റ് അപ്സൈഡിലേക്കാണെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ഒരു മിനിറ്റോളം വെയിറ്റ് ചെയ്തു. നോക്കൂ, നമുക്ക് ഇവിടെ നിന്ന്, അതായത് 24,515 നിന്ന് എൻട്രി ലഭിച്ചിട്ടുണ്ട്. 24,515 നിന്ന് എൻട്രി, ഇനി 520 നിന്ന് എൻട്രി ലഭിച്ചു വിചാരിക്കുക. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ അടിയിലാണ്. ഇനിയിപ്പോൾ അടിയിലില്ലെങ്കിലും അതിൻ്റെ ഓപ്പൺ ഭാഗത്തെങ്കിലും കൊണ്ടുവന്ന് വെക്കണം. അതേസമയം ഇത് റെഡ് ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ ക്ലോസിങ് ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കണം. നമ്മൾ ഇതിൻ്റെ ഓപ്പൺ ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ എത്രയാണ്? 24,490. ഇതല്ലേ 24,490 ഓപ്പൺ. നമുക്ക് ഇത്രയേ ഉള്ളൂ, 26 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. നമുക്ക് ഇത്ര വെക്കേണ്ട ആവശ്യമുള്ളൂ. നോക്കൂ, ഒരു 30 പോയിൻ്റ് എന്ന് വെച്ചോളൂ. 30 പോയിൻ്റ് നമ്മൾ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ 1:, എത്ര കിട്ടി നോക്കൂ. നമുക്ക് അന്ന് എത്ര പോയി മുകളിലേക്ക്. സ്റ്റോപ്പ് ലോസ് മൈൻറ്റെനൻസ് ചെയ്ത് പോയാലും, പക്ഷേ സ്റ്റോപ്പ് ലോസ് മൈൻറ്റെനൻസ് ചെയ്ത് പോയാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസവും 2-ാമത്തെ ദിവസവും ഇപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ. ആദ്യത്തെ ദിവസം ഒരു 850, കാരണം 1,400 വരെ എൻ്റെ പോയതാണ്. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഞാൻ മൈൻറ്റെനൻസ് ചെയ്തുകൊണ്ട് താഴെ വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു. മാർക്കറ്റ് ഇവിടെ കയറിയപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നു, മാർക്കറ്റ് ഇവിടെ കയറിയപ്പോൾ ഇവിടെ കൊണ്ടുവന്നു, മാർക്കറ്റ് ഇവിടെ കയറിയപ്പോൾ ഇവിടെ കൊണ്ടുവന്നു, പിന്നെ ഇത് ഇറങ്ങിയപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി. അതേസമയം സ്റ്റോപ്പ് ലോസ് നമ്മൾ റിസ്ക് റിവാർഡിൽ പോയാൽ 30 പോട്ടെ, കിട്ടിയ ഒരു 1000 കിട്ടട്ടെ എന്നുള്ള രീതിയിലാവുമ്പോൾ നമുക്ക് പരമാവധി നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഒരു ചെറിയ രൂപത്തിൽ മൈൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ കളയണ്ടല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് എൻ്റെ. പലരും പല രൂപത്തിലാണ്. നോക്ക്, 325 പോയിൻ്റ് നമുക്ക് ഹൈയിലെത്തി. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ 320 വിചാരിച്ചോളൂ, പോട്ടെ, 300 പോയിൻ്റ് നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാമായിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു 25-30 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് മാത്രം. ഇനി അതിനെക്കുറിച്ച് വലിയ തലവേദനയൊന്നും വേണ്ട. 25-30 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഓക്കെ, ബുധനാഴ്ചത്തെ, അതായത് 3-ാമത്തെ ദിവസത്തെ പ്രോഫിറ്റ് ഇതാണ്. 62-68 മറ്റേ എടുത്തത്. ഞാൻ കൊടുത്തത് 97-98 എന്താണ്. അത് പിന്നീട് 150-155 വരെ പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ എടുത്തില്ല. നമ്മുടെ ജനറൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. സ്ക്രോൾ ചെയ്ത് ലാസ്റ്റാണ് ലിങ്ക് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.